അപ്പുണ്ണി ഇവിടെ വാ. അപ്പു നിന്നോട് പറഞ്ഞത്. ചേച്ചി. ചേച്ചിയോ? ആരുടെ ചേച്ചി? നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഈ വീട്ടിലോട്ട് കയറി വരാൻ? വഴി പിഴിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് കയറി വരാനുള്ള സ്ഥലം അല്ലിത്. അവർക്ക് പറ്റിയ തെരുവുകളും വീടുകളും ഒക്കെ വേറെ ചില സ്ഥലങ്ങളിലാ. ഇങ്ങനൊന്നും പറയില്ലേ ചേച്ചി, കഷ്ടമാ. ഞാൻ വഴി പഴിച്ചിട്ടൊന്നുമില്ല. അത് നിന്റെ തോന്നല്. കാവുങ്കൽ തെക്കതിൽ തറവാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നീ പിഴച്ചു പോയവളാ. ഞങ്ങളുടെ ആരുടെ വീട്ടിൽ കാലെടുത്ത് വെക്കാനുള്ള യോഗ്യത ഇനി നിനക്കില്ല. അന്തസ്സും അഭിമാനം ഉള്ളവരാ ഞങ്ങള്. ഞങ്ങൾ ചേച്ചിയുടെ സൽക്കാരം സ്വീകരിക്കാനും വിരുന്നുണ്ണാനും വന്നതല്ല, ചേട്ടനെ കാണാൻ വന്നതാ. ഞാനുമായിട്ടുള്ള ബന്ധം പോലും അറുത്തു മുറിച്ച സ്ഥിതിക്ക് നിനക്കിനി വിജയനുമായിട്ട് എന്ത് ബന്ധം ഉള്ളത്? പിന്നെ നിങ്ങൾ 3-4 പേരെ അറുത്തു മുറിച്ചാ അറ്റുപോകുന്ന ബന്ധമൊന്നും അല്ല എന്റേത്. കുടുംബത്തുള്ളവരുടെ മുഴുവനും മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ നിന്നെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. ചേച്ചി വലിയ വർത്താനം ഒന്നും പറയല്ലേ. കല്യാണത്തിന് മുമ്പ് ചേച്ചി അവിടെ ഒരാളെ പ്രേമിച്ച ചരിത്രമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടുപേരോട് ഒരുമിച്ച് നാട് വിടാനിരുന്നതും അറിയാം. അന്ന് അച്ഛനുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും നടന്നില്ല. എന്നിട്ട് ഇപ്പം വലിയ അന്തസ്സും അഭിമാനം. നീ അധികം സംസാരിക്കണ്ട, നിർത്തിക്കോ. അപ്പോ ഇവിടെ വന്നേ. എന്താ മോളൂ? സുനിതാന്റിയോ? എവിടെ? ഞാൻ ചേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാനൊരു കമ്പനിയുടെ ഏജൻസി എടുത്തിട്ടുണ്ട്. ചേട്ടനെ അതിൽ ചേർക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അതിന് തടസ്സം പറയാൻ പറ്റില്ലല്ലോ. നിന്റെ ഒരു ഏജൻസി ഒരു കുന്തം ഇവിടെ വേണ്ട. അപ്പനോട് വരാൻ പറഞ്ഞേ. ഇങ്ങ് വന്നേ. അടിപൊളിക്കുന്നേ. പറഞ്ഞേക്കാം, പറയുന്നത് അനുസരിച്ചോ മര്യാദയ്ക്ക്. എന്താണ് രത്നമ്മയോടെ? എന്താണെന്ന് കണ്ടില്ലേ, പിന്നെ എന്തിനൊരു ചോദ്യം? ഇവരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നാ ചോദിച്ചത്. എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട്. നിന്റെ മാത്രം വീടല്ലോടി ഇത്, ആണോ? എന്റെ എങ്ങനെ വീടല്ലേ? ആരൊക്കെ കയറണം ആരൊക്കെ കയറണ്ടെന്ന് നീ മാത്രം നിശ്ചയിച്ചാ മതിയോ? ശരി, വിജയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ആരെ വേണമെങ്കിലും കേറ്റോ ഇറക്കി വിടോ, എന്ത് വേണമെങ്കിലും. നീ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. എടേ, നിന്റെ കൂടെപ്പുറപ്പല്ലടി അവള്. നിന്റെ കൂടെ കളിച്ച് ചിരിച്ച് വളർന്ന പെൺകുട്ടി. ചുമ്മാ ഒരു ദിവസം ഇവളെന്റെ ആരുമല്ലാന്ന് നീ പറഞ്ഞ ആരും അല്ലാതെ ആകൂടി. അതാണോടി രക്തബന്ധോ സ്നേഹോ? അതാണോ നന്ദിയും കൂറും കടപ്പാടും? എന്തായാലും ഞാനുമായിട്ടുള്ള അത്ര ബന്ധമൊന്നും വിജയേട്ടനില്ലല്ലോ. പിന്നെ വിജയേട്ടൻ എന്തിനാ ഇവളുടെ വക്കാലത്ത് പിടിക്കുന്നേ? ഞാനൊരു മനുഷ്യനായതുകൊണ്ട്. എടേ, ഇവൾക്ക് മനസ്സിനാണെങ്കിൽ ഒരു ഇണയെ തെരഞ്ഞെടുത്താണോ ഇവളെ ചെയ്ത തെറ്റ്? അവനവന്റെ നിലയും വിലയും ജാതിയും മതവും അന്തസ്സും അഭിമാനവും ഒക്കെ നോക്കണായിരുന്നു. എടി രത്നമ്മേ, 1 നൂറ്റാണ്ട് മുമ്പ് ഈ നിലയും വിലയും ജാതിയും മതവും ഒക്കെ നോക്കി പ്രേമിക്കുന്നത് പോലും തെറ്റായിരുന്നു. ഇപ്പൊ എല്ലാം കൂടി ഒത്തു വന്ന പ്രേമിക്കാമെന്നായിട്ടുണ്ട്. ഇനി 1 നൂറ്റാണ്ട് കൂടി കഴിയുമ്പോ ആർക്കും ആരെ വേണമെങ്കിലും പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യാന്നുള്ളൊരവസ്ഥ വരും. പിന്നെ ഈ പറയുന്നതിനൊക്കെ വല്ല അർത്ഥമുണ്ടോടി? ഞാൻ പറഞ്ഞല്ലോ വിജയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ. പിന്നെ ഇതിനൊരു തർക്കം. ഒന്ന് മാറി തന്നെ എനിക്ക് അകത്തോട്ട് കയറായിരുന്നു. ഓ, പൊക്കോ പൊക്കോ.